Meet the editors. അദാനി അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് 4-ാം ദിനവും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ ബലപരീക്ഷണങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുന്നത് പാർലമെന്റിന്റെ നിർണായക മണിക്കൂറുകളാണ്. തോൽക്കുന്നത് ജനാധിപത്യമല്ലേ എന്നതാണ് പൊതുജനങ്ങളിൽ നിന്നുയരുന്ന വിമർശനം. ഇന്ത്യ സഖ്യം നോട്ടീസ് നൽകിയത് അദാനി, മണിപ്പൂർ, സംബാൽ, വയനാട് സഹായം എന്നീ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുള്ള എല്ലാ നോട്ടീസുകളും സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറും തള്ളി. രാജ്യസഭാ അധ്യക്ഷൻ തള്ളിയത് 18 അടിയന്തര പ്രമേയങ്ങൾ. ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ 4-ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. പാർലമെന്റ് നിർത്തിവെക്കുന്നത് സർക്കാർ എതിർക്കാത്തതിൽ ദുരൂഹത ആരോപിച്ച് കോൺഗ്രസ്. പാർലമെന്റ് സ്തംഭനത്തെ ചൊല്ലി പ്രതിപക്ഷത്ത് അഭിപ്രായ ഭിന്നത. സഭാ സ്തംഭനം ഒഴിവാക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസും DMKയും. ബഹളങ്ങളിൽ അലങ്കോലപ്പെട്ട് മറ്റൊരു പാർലമെന്റ് സമ്മേളനം കൂടി ഫലശൂന്യമാകുമോ? സർക്കാരിന് പിടിവാശിയോ എന്നാണ് ചോദ്യം. സുജയ, സർക്കാരിന് പിടിവാശിയാണോ? സർക്കാരിന് പിടിവാശിയല്ല, സർക്കാർ ഒരു ടാക്ടിക്കലായിട്ടുള്ളൊരു മൂവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ചർച്ച ഒഴിവാക്കുന്നതിനായി ജഗദീപ് ധൻഖർ മുതൽ ഇങ്ങോട്ട് ആദ്യ ദിനം മുതൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ബഹളം തുടങ്ങുകയാണ്. അതിൽ മറുഭാഗത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് വേണ്ടി അത്രയും സമയം ബഹളം വയ്ക്കാതെ ഇരുന്നു. എന്നാൽ ഇത്തവണ സഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിനം മുതലേ അദാനിയിൽ ഫോക്കസ് ചെയ്താണ് പ്രതിപക്ഷം പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു കൃത്യമായ സ്ട്രാറ്റജി അവരെടുക്കുമ്പോൾ മറുഭാഗത്ത് ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് എന്നുള്ളത് ആലോചിച്ചുറപ്പിച്ചാണ് സഭ ചേർന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ന് കുറച്ച് സമയം മുൻപ് ഈ കരാർ സംബന്ധിച്ചിട്ടുള്ള, അതായത് ഈ കൈക്കൂലി സംബന്ധിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സൗരോർജ്ജ കരാറിന് കൈക്കൂലി നൽകി എന്നുള്ള ആരോപണമാണ്. അപ്പോൾ ഈ അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്ക അഴിമതി കുറ്റം ചുമത്തിയതിലാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരു വിശദീകരണവുമായി വന്നിരിക്കുന്നത്. രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി ഞങ്ങൾ ഒരു തരത്തിലുമുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നാണ്. ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്തൽ അത് പാർലമെന്റിനകത്ത് വേണം എന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഇത്രയും ദിവസമായി ഈ ആവശ്യം ഉയർത്തുന്നു, പാർലമെന്റ് തടസ്സപ്പെടുന്നു. ആദ്യം 12 മണി വരെ നിർത്തിവെക്കുന്നു, പിന്നീട് അന്നത്തേക്ക് പിരിയുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സഭാസ്തംഭനം അത് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. രണ്ട് പക്ഷത്തിനും അതിലൊന്നും താല്പര്യമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും പൊളിറ്റിക്കലായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി പാർലമെന്ററി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ അടുത്ത ദിവസം എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് അമേരിക്കയും സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള നിയമപരമായ കാര്യമാണ്. അത് കൈകാര്യം ചെയ്യുന്നതിന് അവരുടേതായ നടപടിക്രമങ്ങളുണ്ട്. ഇന്ത്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പരസ്പര നിയമസഹായം അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നാൽ അതേക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഈ അദാനി ഗ്രീൻ എനർജി ഈ സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയോ, ഇതിൻ്റെ പേരിൽ US-ലെ നിക്ഷേപകരെ കബളിപ്പിച്ചോ, ഇങ്ങനെയുള്ള ലാർജർ ക്വസ്റ്റ്യൻസ് അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ സർക്കാരിന് ഉണ്ടാകുന്ന തിരിച്ചടി അത് വ്യക്തമാണ്. അതുകൊണ്ട് കൂടിയാകാം അവരിപ്പോൾ അതിൽ ഒരു ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പുറത്ത് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നത്. കൃത്യമായി വിശദീകരിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നതാണ് ഇന്ന് വൈകിട്ട് ദില്ലിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ അമേരിക്കയിലെ നിക്ഷേപകരെ കബളിപ്പിച്ചു, ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി എന്നൊക്കെയുള്ള US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ്. അല്ലെങ്കിൽ അതിൽ തങ്ങൾ കക്ഷിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. സർക്കാരിന് ഇതിൽ ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. അതാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇതിൽ ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ്സ്, അസർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ്, ഇത്രയും പേർക്കെതിരെ തട്ടിപ്പ്, ഗൂഢാലോചന, വഞ്ചന ഇതിനൊക്കെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പയെടുക്കാൻ ഈ നിക്ഷേപക്കാരിൽ നിന്ന് കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചു. ഇത് കുറ്റപത്രത്തിലുള്ള കാര്യമാണ്. പക്ഷേ ഇത് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇത് ചർച്ചയാകണം. അതിന് കാരണം അദാനി മോദി, ഈ ഒരു മോദാനി എന്നുള്ള കാര്യം പാർലമെന്റിൽ കൊണ്ടുവരാനാണ്. അതിന് നിന്നുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. നേരത്തെയും കഴിഞ്ഞ സെഷനുകളിലായാലും ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനായി പ്രതിപക്ഷം കൊണ്ടുവരുന്ന
കൊണ്ടുവരുന്ന ചർച്ചകളിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതായി നമുക്ക് കാണാനേ കഴിയില്ല. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ മുകുൾ റോത്തഗി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രത്തിൽ ഇക്കാര്യം ഇല്ല എന്നുള്ളതാണ്. അദാനിയെ ഭരണകൂടം സംരക്ഷിക്കുന്നില്ല എന്ന നിലപാടിപ്പോൾ പുറത്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇന്ന് വൈകിട്ടാണ് സംഭവിക്കുന്നത്, അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഡിസ്റപ്ഷൻസിന്റെ സമയത്തൊന്നും ഒരു ചർച്ചയിലേക്ക് പോയി അത് സഭയ്ക്കുള്ളിൽ ഒരു മറുപടി നൽകാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ ബഹളം വന്നപ്പോൾ സഭ നിർത്തിവെക്കുന്നു. നിങ്ങൾ ബഹളം വെച്ചാൽ ഞങ്ങൾ സഭ നിർത്തിവെക്കും എന്ന നിലപാടിലൂടെ വ്യക്തമാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സഭാസ്തംഭനം അടുത്ത ദിവസം മുതൽ ഇങ്ങനെ തുടരാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട ബില്ലുകൾ പലതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്മേലുള്ള ചർച്ചകൾ നടക്കണം. അതുകൊണ്ട് തന്നെ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഇനി ബഹളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും ആകാം എന്ന് വേണം കരുതാൻ. ഇതിൽ ഒരു പിടിവാശിയായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതൊരു ടാക്ടിക്കൽ മൂവാണ്. ഓക്കെ, സർക്കാരിൻ്റെ പിടിവാശി തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. അതേസമയം പ്രതിപക്ഷത്തിന് ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഇല്ല എന്ന അഭിപ്രായവും എനിക്കുണ്ട്. നേരത്തെ സുജയ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തും തുടങ്ങാം. സുജയ പറഞ്ഞ മനോഹരമായി ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് ഒരു അടവാണ് എന്നാണ്, സ്ട്രാറ്റജിയാണ് എന്നാണ്. ആ സ്ട്രാറ്റജിക്ക് മലയാളത്തിൽ പറയുന്ന ഭാഷയാണ് പിടിവാശി എന്ന് പറയുന്നത്. എന്തായിരുന്നു പിടിവാശി? ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്ത്രം എന്നാണ് സ്ട്രാറ്റജിക്ക് പറയുന്നത്. ആണ്, പക്ഷേ അതിനെ നമ്മൾ മലയാളത്തിലേക്ക് ഈ പാർലമെൻറ്റിൻ്റെയും നരേന്ദ്രമോദിയുടെയും കാര്യത്തിൽ തർജ്ജമ ചെയ്താൽ പിടിവാശി എന്ന് പറയും. ഉദാഹരണത്തിന് നോക്കൂ, കഴിഞ്ഞ 4 ദിവസമായി നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും തുടർച്ചയായി പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? 1, അദാനിയുടെ വിഷയം ചർച്ച ചെയ്യണം. 2, മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണം. 3, സംഭാലിൽ 5 യുവാക്കളെ വെടിവെച്ചു കൊല്ലാനിടയായ വിഷയം ചർച്ച ചെയ്യണം. ഡൽഹിയിലെ ലോ ആൻഡ് ഓർഡർ വിഷയം ചർച്ച ചെയ്യണം. ഈ വിഷയങ്ങളൊന്നും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയമായി എന്തുകൊണ്ടാണ് സർക്കാരിന് തോന്നാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തത്, പാർലമെൻറ്റ് സെഷനിലായിരിക്കുന്ന സമയത്ത് നിർണായകമായ പോളിസി ഡിസിഷനോ നിർണായകമായ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളോ സഭയ്ക്ക് പുറത്ത് പറയുക എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ്. അവിടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ സാങ്ക്ടിറ്റി പ്രകാരം അവിടെ മറുപടി പറയേണ്ടതിന് പകരം അതിന് മറുപടി പറയാൻ കരുത്തില്ലാതെ പ്രതിപക്ഷമില്ലാത്ത പാർലമെൻറ്റിന് പുറത്ത് പത്രസമ്മേളനത്തിൽ ഈ വിദേശകാര്യമന്ത്രി അദാനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞത് ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധതയാണ്. അത് പാർലമെൻറ്റിനെ അവഹേളിക്കലാണ് എന്നതാണ് എൻ്റെ പക്ഷം. ഇനി നോക്കാം, കണക്കുകൾ പരിശോധിക്കൂ. 4 ദിവസം ശരാശരി 8 മണിക്കൂർ, അതായത് 480-500 മിനിറ്റ് പ്രവർത്തിക്കേണ്ട നമ്മളുടെ ലോക്സഭ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രവർത്തിച്ചത് കേവലം 6 മിനിറ്റാണ്. ബുധനാഴ്ച പ്രവർത്തിച്ചത് 16 മിനിറ്റാണ്. വ്യാഴാഴ്ച പ്രവർത്തിച്ചത് 14 മിനിറ്റാണ്. വെള്ളിയാഴ്ച 20 മിനിറ്റാണ്. മൊത്തം 56 മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നമ്മുടെ ലോക്സഭ പ്രവർത്തിച്ചത്. രാജ്യസഭ പ്രവർത്തിച്ചത് 33 മിനിറ്റ്, 13 മിനിറ്റ്, 16 മിനിറ്റ്, 12 മിനിറ്റ്. സഭയിൽ ചോദ്യോത്തരങ്ങളില്ല. സഭയിൽ മൊത്തത്തിൽ അല്ലല്ല, രാജ്യസഭ 75 മിനിറ്റ്, ഇവിടെ 56 മിനിറ്റ്. അപ്പോൾ വളരെ ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട, രാജ്യം നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പാർലമെൻറ്റിൽ ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ സ്ട്രാറ്റജിക്കലായ അടവ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ജനാധിപത്യ വിരുദ്ധത എന്നാണ്, പിടിവാശി എന്നാണ്. എന്താണ് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ നരേന്ദ്രമോദിക്ക് ഇത്ര ഭയം? എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് കോടതിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളതല്ലേ ആരോപണം? 2092 കോടി രൂപ, അതിൽ 1750 കോടിയും വാങ്ങിയത് മോദി സർക്കാരിന് ഒരു കാലത്ത് പിന്തുണച്ച ജഗ്മോഹൻ റെഡ്ഡിക്കായിരുന്നില്ലേ ആന്ധ്രാപ്രദേശിൽ? മറ്റൊന്ന് ഒഡീഷയ്ക്കല്ലേ? മറ്റൊന്ന് DMK ഭരിച്ചിരുന്ന തമിഴ്നാടിനല്ലേ? ജമ്മു കാശ്മീരല്ലേ? അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷത്തിൻ്റെയും പിന്തുണ നേടിയ സഖ്യകക്ഷികളുണ്ടല്ലോ. ഇതൊക്കെ തുറന്നു കാട്ടാമായിരുന്നില്ലേ സഭയിൽ? എന്തുകൊണ്ടാണ് സർക്കാർ അതിന് വിസമ്മതിച്ചത്? കൈക്കൂലി ആരോപണത്തിൽ മേൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ മടിക്കുന്നു? അദാനിയുടെ പേര് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് പാർലമെൻറ്റിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും പാർലമെൻറ്റിന് പുറത്ത് പ്രതിപക്ഷമില്ലാത്ത സ്ഥലത്തേക്ക് ഓടി ഒളിച്ചുപോയി മറുപടി പറയേണ്ട ഒന്നായി തീരുകയും ചെയ്യുന്നത്? മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് തുടർച്ചയായി പ്രധാനമന്ത്രിക്ക് ഒരു ദിവസം പോലും ആ കലാപം നടക്കുന്നിടത്തേക്കൊന്ന് സന്ദർശനം നടത്താൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അമിത്ഷായ്ക്ക് പോലും അവിടെ നേരിട്ട് സന്ദർശനം നടത്താതെ അമിത്ഷാ ഇപ്പോൾ ബീരൻ സിംഗിനെ വെച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ കലാപത്തെ അണയ്ക്കാൻ കഴിയാതെ പോകുന്നത്? വംശീയമായിട്ടുള്ള യുദ്ധമാണെന്ന BJPയുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ആർക്കാണ് അറിയാത്തത്? മണിപ്പൂർ കത്തുമ്പോൾ അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അതേപോലെ സംഭാലിൽ നടക്കുന്ന വിഷയങ്ങൾ നോക്കൂ, തുടർച്ചയായി
തുടർച്ചയായി വാരണാസിക്കു ശേഷം ബാബറി മസ്ജിദിനു ശേഷം അയോധ്യയ്ക്ക് ശേഷം കാശി മഥുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യത്തിൻ്റെ തുടർച്ചയായി ഇതാ ചെന്ന് കയറാൻ പോകുന്നത് സംഭാലിലാണ്. ഇനി രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലേക്കാണ്. രാജ്യത്തെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഈ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ചിലർ നടത്തുമ്പോൾ ആ വിഷയം സഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലെങ്കിൽ പിന്നീട് എവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുക? ആ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഒറ്റയടിക്ക് രാജ്യസഭയിൽ 16 നോട്ടീസും ജഗദീപ് ധൻഖർ എടുത്ത് കാട്ടിലെറിഞ്ഞത്, ഇവിടെ ഓം ബിർള അതിന് അവസരം കൊടുക്കാഞ്ഞത്. പാർലമെൻറ്റിൻ്റെ ജനാധിപത്യത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷത്തേക്കാൾ കരുത്തും പ്രഹരശേഷിയുമുള്ള പ്രതിപക്ഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഭീരുത്വമാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ സഭ തുടർച്ചയായി സ്തംഭിക്കുന്നതിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിടിവാശിയാണ്, ഭീരുത്വമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു കണക്കുകൂടി ഞാൻ പറയാം. അഡ്ജർമെൻറ്റ് മോഷൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന പാർലമെൻറ്റിന് കേരളം ഒരു പാഠമാണ്. എന്താ പാഠമെന്നറിയോ? കഴിഞ്ഞ 2 സെഷനുകളിലായി മൊത്തം കേരളത്തിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൻ്റെ 3-1 ചർച്ച ചെയ്ത് 2 നിയമസഭകളാണ് കഴിഞ്ഞു പോയത്. കഴിഞ്ഞ ഒരു സെഷനിൽ മാത്രം കേരള നിയമസഭയിൽ 7 അടിയന്തര പ്രമേയങ്ങളാണ് ചർച്ചയ്ക്കെടുത്തത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരം. അങ്ങനെ ചർച്ച ചെയ്ത ഒരു മാതൃക സൃഷ്ടിച്ചു കേരളത്തിൻ്റെ നിയമസഭ. എന്തുകൊണ്ടാണ് നമ്മുടെ പാർലമെൻറ്റിന് ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് തോന്നുന്നത്? അതുകൊണ്ട് പിടിവാശി മാത്രമല്ല ഭീരുത്വമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഉണ്ണിബാലകൃഷ്ണൻ, എന്താണ് അടിയന്തര പ്രമേയം? അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ജനപ്രതിനിധി സഭ എന്നുള്ള നിലയ്ക്ക് സർക്കാരിൻ്റെ പ്രതിനിധികളുള്ള സ്ഥലത്ത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടണം. അതിനാണല്ലോ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് കേവലം ബില്ലുകൾ പാസ്സാക്കുക, ബജറ്റ് പാസ്സാക്കുക എന്നതിനപ്പുറം ഈ രാജ്യത്ത് ചൂഴ്ന്നു നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ നിരവധി പ്രശ്നങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, പ്രതിഫലിക്കേണ്ട ഒരു സ്ഥലമാണ് പാർലമെൻറ്റ്. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ഒറ്റ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടില്ല കേട്ടോ. ഒരു അടിയന്തര പ്രമേയത്തിനും അനുമതി നൽകിയിട്ടില്ല. ഈ പ്രാവശ്യം അതുതന്നെയായിരിക്കും നിലപാടെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 5 ദിവസമേ ആയിട്ടുള്ളൂ ഈ വിന്റർ സെഷൻ ആരംഭിച്ചിട്ട്. അതിലൊരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് പോയി, ട്യൂസ്ഡേ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോക്സഭ ആകപ്പാട് ചേർന്നിരിക്കുന്നത് കൃത്യം 56 മിനിറ്റ്, രാജ്യസഭ ചേർന്നിരിക്കുന്നത് 75 മിനിറ്റ്. ഇതിനിടയിൽ ആകപ്പാട് ഒരു മോഷനാണ് പാസ്സായത്. ഏതെന്നറിയോ? വഖഫ് ബോർഡ്, ആ വഖഫിൻ്റെ ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റിയുടെ ടെന്യൂർ നീട്ടിക്കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് നടന്നത്. പിന്നെ ഓഫ് കോഴ്സ് സുജയ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നടന്നു. ഇതാണ് ഈ 5 ദിവസം നടന്നിരിക്കുന്നത്. 5 ദിവസത്തിൽ 4 ദിവസം നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രശ്നം എന്താ? നരേന്ദ്രമോദി അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് പാർലമെൻറ്റ് ചർച്ച ചെയ്യാത്തത്? അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? ഇപ്പോൾ അമേരിക്കൻ സെക്യൂരിറ്റീസിലാണ്, US സെക്യൂരിറ്റീസിലാണ് ആ കേസ് നിൽക്കുന്നത്. പക്ഷേ കേസിന് ആസ്പദമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഇന്ത്യയിൽ 2092 കോടി രൂപ ഇവിടെ ബ്രൈബ് ചെയ്തു, അല്ലേ, കൈക്കൂലി കൊടുത്തു എന്നാണ് കേസ്. അത് അമേരിക്കയുടെ വിഷയമല്ല. പ്രശ്നം എന്താണ്? ഇവിടെ വലിയ തുകയ്ക്ക് സോളാർ എനർജി വിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്ന് പണം സമാഹരിച്ചു, നിക്ഷേപം സമാഹരിച്ചു. ഏതാണ്ട് $20 കോടി അവിടെ നിന്ന് സമാഹരിച്ചിരിക്കുന്നത്. അതൊരു ക്രൈമായിട്ടാണ് അമേരിക്ക കാണുന്നത്. അപ്പോൾ ഇവിടെ ബ്രൈബ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ വലിയ രീതിയിൽ സോളാർ എനർജി വിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിൽപ്പനയ്ക്കുള്ള തന്ത്രമായിട്ട് ബ്രൈബിങ് നടത്തിക്കൊണ്ട് അവിടെ നിന്ന് പണം സമാഹരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഈ ബോഫേഴ്സ് വിഷയം എന്താ? എങ്ങനെയാണ് ഒരു സർക്കാർ പോയത്? രാജീവ് ഗാന്ധി 1989 84 നടന്ന തിരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിയുടെ സർക്കാർ 1989 പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയാമോ? ബോഫേഴ്സ് കുംഭകോണമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയാണ് ആ ബോഫേഴ്സ് കുംഭകോണം പുറത്തു വന്നത്? സ്വിസ് റേഡിയോ ഒരു വാർത്ത പുറത്തുവിട്ടതാണ്. 60 കോടിയുടെ അഴിമതിയാണ്. 60 കോടിയുടെ അഴിമതിയാണ്. 89 അത് വലിയ അഴിമതി തന്നെയാണ്. നമ്മൾ ഈ 2 ലക്ഷം കോടിയിൽ നിന്നും വന്ന് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. 60 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞിട്ട് സ്വിസ് റേഡിയോ പുറത്തുവിട്ടൊരു വാർത്തയുടെ ഭാഗമായിട്ടൊരു സർക്കാർ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നേ പിന്നെ എന്താ പറയുക, അദാനിയെ ചർച്ച ചെയ്യാൻ നമുക്കെന്തിനാ ഭയം? നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തരമായൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് 5 സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ പിന്നെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇന്ത്യൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 8 മാസമായിട്ട് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ മരിച്ചവരുടെ എണ്ണം എത്രയാണെന്നറിയാം? 175 പേരൊരു സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ ഇപ്പോഴും എന്താ പറയുക, വലിയ രീതിയിലുള്ള കലാപങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയം പാർലമെൻറ്റ് ചർച്ച ചെയ്യണ്ടേ? പാർലമെൻറ്റ് നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് സംഭാലിലെ വിഷയം. സംഭാലിലെ വിഷയത്തിനകത്ത് അവിടെ 5 യുവാക്കൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കും പാർലമെൻറ്റിൽ. അതേസമയം ഒരു ന്യൂനപക്ഷ വിഭാഗം അവരുടെ പിന്നെ ആരാധനാലയമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതൊരു വിഷയമാകാതെ വരുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സർക്കാരിലെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സർക്കാരിലെ. അപ്പോൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട. ഇതെല്ലാം തന്നെയും മാറ്റിവെക്കുന്നത് ഏകാധിപത്യപരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ജനാധിപത്യത്തെ കണക്കിലെടുക്കുന്നില്ല. ഈ പാർലമെൻറ്റിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയും, ഞങ്ങൾ കുറേ ബില്ല് പാസ്സാക്കും, ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കും, ഞങ്ങൾ നയം പ്രഖ്യാപിക്കും,
ഈ രീതിയിൽ പ്രതിപക്ഷത്തെ കണക്കിലെടുക്കാതെ ഇനി മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിയുമോ? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷമല്ല ഇപ്രാവശ്യത്തെ പ്രതിപക്ഷം. മാത്രമല്ല ഇന്ത്യൻ ജനത ഒരു മാൻഡേറ്റ് നൽകിയത് പ്രതിപക്ഷത്തിനുകൂടിയ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അല്ലേ? അപ്പോൾ ആ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാനുള്ള ബാധ്യത കൂടെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ വിജയമാണ് നരേന്ദ്രമോദിയുടെ 2019 വിജയം എന്ന് പറയുന്നത്. ആരെയും നരേന്ദ്രമോദിക്ക് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഇപ്പം ന്യൂനപക്ഷമാണ് BJP. ആ സമയത്ത് അങ്ങനെ ഒരു മാൻഡേറ്റ് വരുമ്പോൾ ഈ ജനകീയ പ്രശ്നങ്ങളെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം, അത് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്ത് അതിനകത്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പരിഹാരങ്ങൾ ഉണ്ടാകണം. അതൊക്കെ പ്രതിഫലിക്കേണ്ട ജനായത്ത സഭയാണ്, ജനങ്ങളുടെ ശബ്ദം കേൾക്കേണ്ട, ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലമാണ് പാർലമെൻറ്റ്. അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ ഭരണപക്ഷം തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിർഭാഗ്യവശാൽ അത് സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ? അപ്പോൾ ഉത്തരം സർക്കാരിന് പിടിവാശിയാണോ എന്നാണ് ചോദ്യം. രണ്ടുപേർക്ക് പിടിവാശി, ഒരാൾക്ക് തന്ത്രം. Meet the editors.